ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട പാൽപ്പേട എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ്. അതിലേക്ക് ഒരു കടായിലേക്ക് 150 ml പാൽ ഒഴിച്ചതിന് ശേഷം ലേശം ചൂടാൻ വേണ്ടി കാത്തുനിന്ന് അതിന് ശേഷം 1.5 കപ്പ് പാൽപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഞാൻ എടുത്തത് 100 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ. 100 ഗ്രാം പഞ്ചസാര ഒഴിച്ചതിന് നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി ഒരു അങ്കരി രൂപത്തിലാവണം. അടി പിടിക്കാൻ നോക്കണം കേട്ടോ. അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം പാൽപ്പൊടി ഉള്ളതുകൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചെടുക്കാൻ. എൻ്റെ കണ്ണൊന്ന് തിപ്പം തന്നെ ഇത് അടി പിടിച്ചിരിക്കുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണെന്നുള്ളത്. പിന്നെ പാലും അതുപോലെ തന്നെ പഞ്ചസാരയും നല്ലോണം വറ്റി എന്നൊരു കാത്തിക്കുക. ഈ പരുവാകുമ്പോൾ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ നല്ല നിർത്തുക. എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിന് മാറ്റി വെക്കുന്നത് വെച്ചാൽ കടായിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറെ പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഉരുളകളാക്കി മാറ്റി വെക്കുകയാണ്. പീടികയിലൊക്കെ ഉരുളകളാക്കി വെച്ചതിന് ശേഷമാണ് ഒരു അച്ചിലേക്ക് വെക്കും. അച്ചിലേക്ക് വെച്ചിട്ടാണ് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നത്. വീട്ടിൽ അച്ചൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് അച്ചിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ കിട്ടും. വലിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഭയങ്കര പ്രിയപ്പെട്ട സാധനമാണ് പാൽപ്പേട. ഒരു അരമണിക്കൂറൊക്കെ മെനക്കെടാൻ പറ്റുമെങ്കിൽ നമുക്ക് മായമില്ലാത്ത പാൽപ്പേട വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കറക്റ്റ് അളവിൽ പാലും പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ആ ടേസ്റ്റിൽ കിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം നമ്മളൊക്കെ റൗണ്ട് ഷേപ്പാക്കി മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. 2 ഉരുളമ്പടി ആക്കിയിട്ട് നമ്മളെ പരിപാടി കഴിഞ്ഞ്. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഏകദേശം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്.